കേശവോ, എടോ കേശവാ, ഏപ്പൻ എവിടെ പോയി കിടക്കണു? അടിയനെ വിളിച്ചോ തിരുമേനി? നോം തൃപ്പൂണിത്തുറ കഥകളി കാണാൻ പുറപ്പെടുകയാണ്. പുലർച്ചക്കേ മടങ്ങുള്ളൂ. കഥകളൊക്കെ ബന്ധിച്ച് ഉറങ്ങിക്കൊള്ളുക. അടിയൻ നടന്ന് നടന്ന് നോ ക്ഷീണിച്ചിരിക്കണം. ഇനി നാലും കൂട്ടി ഒന്ന് മുറുക്കി വിശ്രമിച്ചിട്ടാവാം യാത്ര. ഹായ്, നല്ല നിലാവ്. ആരാ? നിന്നെ നോ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എങ്ങനാണാവോ ഈ അസമയത്ത്? തിരുമേനിക്ക് അടിയത്തിന് മനസ്സിലായില്ലേ? അടിയൻ ഇവിടെ അടുത്ത് താമസിക്കുന്ന കാമാക്ഷി നരസിയാരാണ്. ശിവ ശിവ. ആ, പലരും ചൊല്ലി കേട്ടു നളിനമൂഹി നിൻ കഥ. ഇന്നൊരു കളിയുണ്ട് നോം, അത് കാണാൻ ഇറങ്ങിയതാ. അടിയനും അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ, പക്ഷെ ഒറ്റയ്ക്കായി. അതിനെന്താ, ഒരല്പം വിശ്രമിച്ചിട്ട് നോം പുറപ്പെടും. നീയും കൂടെ കൂടിക്കൊള്ളുക. ഈ ഗ്രന്ഥം കയ്യിൽ പിടിച്ചാണോ തിരുമേനി വിശ്രമിക്കുന്നത്? അതൊന്ന് മാറ്റിവെക്കൂനേ. ഏയ്, അത് പറ്റില്ല. ഇത് നമ്മുടെ ഗുരുനാഥൻ കൊശപ്പള്ളി തിരുമേനി ഏൽപ്പിക്കാനുള്ളതാ. താഴെ വെക്കാനോ കൈമാറാനോ പാടില്ല. തിരുമേനി അപ്പുറം പോകേണ്ടതല്ലേ, നമുക്ക് പുറപ്പെടാം. ആയിക്കോട്ടെ, എന്നാ വരിക. കാമാക്ഷി ഇവിടെ നിൽക്കുക. നോം ഈ ഗ്രന്ഥം ഗുരുനാഥനെ ഏൽപ്പിച്ച് ചടയേന്ന് ഇങ്ങ് വരാം. തിരുമേനി തിരുമേനി, ഈ ഗ്രന്ഥം അങ്ങോട്ട് പിടിക്കുക. നോമിന് പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട്. എന്താപ്പോ ഈ അസമയത്ത് ഒരു തിരക്ക്? നമ്മുടെ കൂടെയുള്ള ആള് പഠിക്കല് നിൽക്കണു. ആരാ പഠിക്കല്? കാമാക്ഷി വാരസുകാര് കളി കാണാൻ ഇറങ്ങിയതാ. ഏയ്, ഈ അസമയത്ത് ഒറ്റയ്ക്ക് കളി കാണാൻ ഒരു സ്ത്രീയോ? നോം അത് വിശ്വസിക്കണില്ല. തിരുമേനി ഒന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണാം. നമ്മെ തൊട്ടുകൊണ്ട് ഒന്ന് പുറത്തേക്ക് നോക്കൂ. അപ്പൊ കാണാം തന്റെ കൂട്ടുകാരിയുടെ തനി സ്വരൂപം. അയ്യോ, യക്ഷി യക്ഷി, രക്ഷിക്കണം തിരുമേനി. നമുക്കതിന് സാധ്യമല്ല. നോം അങ്ങനെ ചെയ്താൽ നമ്മുടെ ഇല്ലത്ത് വംശനാശം സംഭവിക്കും. എന്നെ രക്ഷിക്കാൻ സാക്ഷാൽ ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ഈ കല്ലുകൾ വെച്ചോളൂ. അവൾ തൊട്ടടുത്ത് എത്തുമ്പോൾ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഓരോ കല്ല് വീതം പുറകോട്ട് എറിഞ്ഞോളൂ. അമ്മയുടെ അടുത്തെത്തിയാൽ നീ രക്ഷപ്പെട്ടോ. വേഗം പോയിക്കോളൂ. അമ്മേ, ദേവി, ചോറ്റാനിക്കര ഭഗവതി, രക്ഷിക്കണേ. തിരുമേനി പതുക്കി നടക്കൂ. അടിയനും അങ്ങോട്ടേക്കാണ്. ഇങ്ങോട്ടൊന്ന് നോക്കുന്നു തിരുമേനി. തിരുമേനി ഇല്ലില്ല, നിന്റെ തനി സ്വരൂപം നോം കണ്ടിരിക്കണു. അമ്മേ, ദേവി, തിരുമേനി, രക്ഷിക്കണേ. എന്റെ കൂടെ ഭയങ്കരയായ ഒരു രക്ഷയുണ്ട്. ചോറ്റാനിക്കര അമ്മയ്ക്ക് മാത്രമേ അടിയനെ രക്ഷിക്കാനാകൂ. എന്നാൽ ക്ഷേത്രം വരെ ഇനി എങ്ങനെ എത്തും? അയ്യോ, നമുക്ക് മനസ്സിലായിരിക്കുമോ? ഈ തോർത്ത് ചുഴറ്റിക്കൊണ്ട് വേഗത്തിൽ നടന്നോളൂ. ക്ഷേത്രത്തിലെത്തിയാൽ ഈ വെളുപ്പ് തുണി ദൂരേക്ക് വലിച്ചെറിയണം. ബാക്കിയെല്ലാം അമ്മ നോക്കിക്കോളും. ചോറ്റാനിക്കര അമ്മേ, രക്ഷിക്കണേ. അമ്മേ, ദേവി.